ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും മിറ്റ്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരള PSC ഇപ്പോൾ ഒരു അറിയിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജനുവരി 23, 30 ഡേറ്റുകളായിട്ട് നടത്താനായിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ റിസപ്ഷനിസ്റ്റ്, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ്, അതുപോലെ ഓപ്പറേറ്റർ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, ഈ 3 പരീക്ഷകളിലാണ് ഡേറ്റ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മാറ്റിയ തീയതി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കോവിഡൊക്കെ കൂടിയത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നിയന്ത്രണങ്ങളൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും ഈ പരീക്ഷയിൽ ഈ ഡേറ്റ് തന്നെ നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഇനിയും കൊറോണ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ ഡേറ്റാണ് പരീക്ഷ എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ഡേറ്റ് 27/1/2022 2:30 മുതൽ 4:15 വരെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാംസ്, ഹെൽത്ത് സർവീസസ്, IMS, അതുപോലെ ആയുർവേദ കോളേജസിൽ ഒക്കെ നമ്മൾ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്കുള്ള പരീക്ഷകളെല്ലാം എല്ലാ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റുകളും 28/1/2022 വെള്ളിയാഴ്ചയ്ക്കാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2:30 മുതൽ 4:15 വരെയാണ് അതിൻ്റെ എക്സാം ടൈം എന്ന് പറയുന്നത്. എല്ലാം കേട്ടോ, ഹോമിയോപ്പതിൻ്റെയും എല്ലാത്തിൻ്റെയും ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാം ഒരൊറ്റ ദിവസമായിട്ടാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് കോമൺ ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വലിയ പരീക്ഷ എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള പരീക്ഷയാണ്. അത് 30-ാം തീയതിയായിരുന്നു നടത്താനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, ജനുവരി 30. അതിപ്പോൾ ഡേറ്റ് മാറ്റിയിട്ട് ഫെബ്രുവരി 4-ാം തീയതി വെള്ളിയാഴ്ച ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, 2:30 മുതൽ 4:15 വരെ. ഇലക്ട്രോണിക്സുകാരുടെ എക്സാം എന്ന് പറയുന്നത് 2-ാം തീയതിയായിരുന്നു, ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു. ഫെബ്രുവരിയിൽ ഇതുവരെ മാറ്റിയതായിട്ടുള്ള അറിയിപ്പില്ല. ജനുവരിയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ മാത്രമേ ഇവർ തൽക്കാലം മാറ്റിയിട്ടുള്ളൂ. നമ്മുടെയും ചിലപ്പോൾ കോവിഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് എന്തായാലും മാറ്റിയിട്ടില്ല. ഹാൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. സപ്പോസ് മാറ്റിയാലും ഈ സെയിം ഹാൾ ടിക്കറ്റ് വെച്ച് തന്നെ നമ്മൾക്കത് എക്സാം എഴുതാനായിട്ട് സാധിക്കും. എക്സാമുകളൊക്കെ എത്രയും വേഗം കഴിയും തന്നെയാണ് നല്ലത്, കാരണം നമ്മളുടെയും ഏജ് കൂടി വരികയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണ് ഇത് യൂസ്ഫുൾ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ ആൾക്കാർ നമ്മുടെ മറ്റുള്ള പ്ലേലിസ്റ്റിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്